ആമീസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനൊന്നും ഇല്ലാതെ പ്രഷർ കുക്കറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ഓവനിൽ ബേക്ക് ചെയ്യുന്ന അതേ പെർഫെക്ഷനോട് കൂടി തന്നെ പ്രഷർ കുക്കറിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 250 ml ഒരു കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി ഞാൻ 1.5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റിൻ്റെ മിക്സ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ 1 കപ്പിൻ്റെ അളവിന് ഈ 1/2 ഗ്ലാസ് പാല് കറക്റ്റാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് അളവാണ്. ഇനി നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവെടുത്തിട്ട് ഒരു ചപ്പാത്തി പലകമേലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പുമേലോ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 5-8 മിനിറ്റ് എടുത്തിട്ട് കുഴച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ പിസ്സ നന്നായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ പുരട്ടിയിട്ട് ഒരു 1-2 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഞാനിപ്പോൾ ഇതിൽ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് 1 ഡ്രോപ്പ് ഇതിൻ്റെ മേലെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇത് നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങിക്കിട്ടും. ഞാനിതിപ്പോൾ ഒരു അടുപ്പിൻ്റെ സൈഡിലാണ് വെക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പൊങ്ങിക്കിട്ടും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പിസ്സ സോസാണ്. നമുക്കിത് വേണമെങ്കിൽ തക്കാളി അരച്ചിട്ടും ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചതച്ച മുളക് കൂടി ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പിസ്സേൻ്റെ ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചുകൊണ്ട് എനിക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു ചപ്പാത്തി പലകമേൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് കുക്കറൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് 1 കപ്പ് ഉപ്പ് ചേർത്തിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റാൻഡ് കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിസ്സേൻ്റെ ബേസ് ഒന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അസംബിൾ ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പഴയ അടപ്പാണ്, ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഡ്രോപ്പ് ഒലിവ് ഓയിൽ ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പിസ്സ ബേസ് വെച്ചിട്ട് ഇതുപോലെ വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സേൻ്റെ സോസ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സോസിന് പകരമായിട്ട് നമുക്ക് സാധാരണ നോർമലി ചെയ്യുന്ന തക്കാളി അരച്ചിട്ടുള്ള പിസ്സ സോസ് ചെയ്യുക. ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് ആക്കുന്നതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തതാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ടോപ്പിംഗ് ചെയ്യാം. ഞാനിപ്പോൾ ക്യൂബാക്കി മുറിച്ചിട്ടുള്ള സവാള, പിന്നെ ക്യാപ്സിക്കം, പിന്നെ തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ള. പിന്നെ ഞാനിതിലേക്ക് ചിക്കന് ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പിന്നെ കുറച്ച് കോൺഫ്ലോറും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി ചീസൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് 1/2 ടീസ്പൂണ് ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ സാധാരണ ഉണക്കമുളക് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്തതാണ്. ഇനി ഞാനിതിൻ്റെ മേലേക്ക് 1/2 ടീസ്പൂണ് ഒറിഗാനോ കൂടി ചേർത്തിട്ടുണ്ട്. ഒറിഗാനോ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പിസയ്ക്ക് കറക്റ്റ് ഒരു നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ അതേ ഫ്ലേവറും സ്മെല്ലൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പിസ്സ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഇതിലെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിൻ്റെ ബേസൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു.